അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കൺമുന്നിൽ വെച്ച് US ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മാസ്റ്റർ സ്ട്രൈക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ അതീവ രഹസ്യമായിട്ട് ചൈനയിലേക്ക് 70 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇറാൻ എത്തിച്ചതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത. ഈ US പടക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കാവൽ നിൽക്കെ വാഷിംഗ്ടണിനെ പൂർണ്ണമായും അന്തരാക്കിക്കൊണ്ട് നടത്തിയ ഈ ഒരു നീക്കം കേട്ട് പെന്റഗൺ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇത് വെറുമൊരു കച്ചവടമല്ല, വരാനിരിക്കുന്ന കടുത്ത സാമ്പത്തിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഇറാൻ മുൻകൂട്ടി ഒരുക്കിയ ഒരു വമ്പൻ സുരക്ഷാ കവചമായാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. എങ്ങനെ അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് അവർ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കി? ഹോർമുസ് കടലിടുക്കിൽ യഥാർത്ഥത്തിൽ നടന്ന ആ ഒരു രഹസ്യ ഓപ്പറേഷൻ എന്താണ്? അതാണ് ഈ റിപ്പോർട്ടിൽ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഹോർമുസി എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കടൽപാതയാണ്. ആ കടൽപാതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത്. അത് പ്രതിരോധിച്ച് ആ കടൽപാത ഒരിക്കലും ആർക്കും മുന്നിലും വെക്കില്ല എന്ന നിലപാടുമായിട്ടാണ് ഇറാന്റെ ആക്രമണം നടക്കുന്നത്. മാത്രമല്ല, ഇരു രാജ്യങ്ങളുടെയും സൈനികർ അവിടെ വലിയ രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കി ഏതെങ്കിലും ഒരു കപ്പൽ നീങ്ങുകയാണെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ഇറാന്റെ കപ്പൽ പോവുകയാണെങ്കിൽ അമേരിക്ക അടിക്കും, അമേരിക്കയുടെ ഏതെങ്കിലും കപ്പൽ പോവുകയാണെങ്കിൽ ഇറാൻ അടിക്കും. അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഹോർമുസ് കത്തി നിൽക്കുന്നത്. ഇവിടെയാണ് ഈ പെന്റഗണിന്റെ സൈനിക കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് ഈ ഇറാൻ ഒരു പടക്കപ്പൽ തന്നെ അതിലേക്കൂടെ കടത്തിക്കൊണ്ടുപോയത്. അമേരിക്കയുമായിട്ടുള്ള താൽക്കാലിക ധാരണയുടെ ഭാഗമായിട്ട് ഉപരോധത്തിൽ ഇളവുണ്ടായ ജൂൺ മധ്യത്തിൽ തന്നെ ഇറാൻ തങ്ങളുടെ എണ്ണ കപ്പലുകൾ ഉപയോഗിച്ച് വലിയൊരു എണ്ണ കയറ്റുമതി നടത്തിയിരുന്നു. ജൂലൈയിൽ ഉപരോധം കർശനമാക്കുന്നതിന് മുമ്പായിട്ട് 5 മുതൽ 6 ബില്യൺ ഡോളർ, ഏകദേശം 50,000 കോടിയിലധികം രൂപ വരുമാനം നേടിയ ഇറാൻ ഇതിലൂടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇറാന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായിരിക്കുകയാണ്. യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ന്യൂക്ലിയർ ഇറാൻ റിപ്പോർട്ട് പ്രകാരം ഈ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫാക്കി മലേഷ്യൻ തീരത്തേക്ക് നീങ്ങിയ 20ഓളം ഭീമൻ ഇറാനിയൻ കപ്പലുകളാണ് ഈ തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ യുണൈറ്റഡ് എഗെയിൻസ്റ്റ് ന്യൂക്ലിയർ എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ലഭ്യമാണ്. അത് ഇറാനിലെ ആ ഒരു റിപ്പോർട്ടുകളിൽ കാണാനും സാധിക്കും. മലേഷ്യൻ തീരക്കടലിൽ അതീവ രഹസ്യമായിട്ട് വെച്ച് മറ്റൊരു ചെറു കപ്പലുകളിലേക്ക് എണ്ണ പൂർണ്ണമായിട്ടും മാറ്റി നിറച്ച ശേഷമാണ് ഈ വൻ ശേഖരം ചൈനയിലെ പ്രമുഖ സ്വകാര്യ എണ്ണ ശുദ്ധീകരണശാലകളിലേക്ക് വിജയകരമായിട്ട് എത്തിച്ചത്. വാഷിംഗ്ടണിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത ഉപരോധ ഭീഷണികളെയും ആഗോള മുന്നറിയിപ്പുകളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ചൈന ഇപ്പോഴും ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവായി തുടരുന്നു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെയാണ് ഈ നീക്കം അടിവരയിടുന്നത്. ചൈനീസ് വിപണിയെ മാത്രം ലക്ഷ്യമാക്കി ഇറാൻ ആസൂത്രണം ചെയ്ത ഈ വലിയ കയറ്റുമതി ദൗത്യത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ഗതാഗതത്തിന് മേൽ അമേരിക്ക ഇപ്പോൾ വീണ്ടും കടുത്ത സൈനിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. യുഎസിന്റെ ഒരു പുതിയ ഇടപെടൽ ഇറാന്റെ വരാനിരിക്കുന്ന എണ്ണ വിപണന നീക്കങ്ങളെ വീണ്ടും കനത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നാണ് വസ്തുത. വർഷങ്ങളായിട്ട് ആഗോള പ്രതിരോധങ്ങളെയും സാമ്പത്തിക വിലക്കുകളെയും അതിജീവിക്കാൻ വേണ്ടി ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത അത്യാധുനിക കപ്പൽ ശൃംഖലയാണ് ഈ ഒരു രഹസ്യ ദൗത്യത്തിനായിട്ട് അവർ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചത്. മലേഷ്യയുടെ പ്രാദേശിക ജലാതിർത്തിക്ക് തൊട്ടുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ആഗോള നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിക്കാൻ എളുപ്പമുള്ള ഈ ഒരു ഈസ്റ്റേൺ ഔട്ടർ പോർട്ട് ലിമിറ്റ്സ് എന്ന കടൽ മേഖലയാണ് ഇതിനായിട്ട് അവർ പ്രധാന താവളമാക്കി മാറ്റിയത്. ഈ അതിശക്തമായിട്ടുള്ള ഭീമൻ ഹോഴ്സുകൾ ഉപയോഗിച്ച് ഉൾക്കടലിൽ വെച്ച് തന്നെ വലിയ എണ്ണ കപ്പലുകളിൽ നിന്ന് ചെറിയ ടാങ്കറുകളിലേക്ക് ഇന്ധനം അതിവേഗം പമ്പ് ചെയ്ത് മാറ്റുന്ന അത്യാധുനിക രീതിയാണ് ഇറാൻ ഇതിനായിട്ട് പിന്തുടർന്നത്. ഇത്തരത്തിൽ അതീവ രഹസ്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന എണ്ണ ചൈനയിലെ ചെറുകിട സ്വകാര്യ റിഫൈനറികളിലേക്കാണ് ഒടുവിൽ എത്തിച്ചേരുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ ഒട്ടും വകവയ്ക്കാതെ വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ഇറാനിൽ നിന്ന് വൻതോതിൽ ഇന്ധനം വാങ്ങുന്ന ശീലമാണ് ഈ സ്വകാര്യ ശുദ്ധീകരണശാലകൾക്കുള്ളത്. ഡിയോണ, ഹീറോ 2, സോണിയ 1, സ്ട്രീം തുടങ്ങിയ അന്താരാഷ്ട്ര ഗോസ്റ്റ് കപ്പലുകൾ വഴിയാണ് ഈ എണ്ണക്കടത്ത് സുരക്ഷിതമായിട്ട് പൂർത്തിയാക്കിയത് എന്ന് ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പുതിയ സംഭവ വികാസങ്ങളെ കേവലം ഒരു താൽക്കാലിക സാമ്പത്തിക ഇടപാടായിട്ട് മാത്രം കാണാൻ കഴിയില്ല എന്നാണ് ഭൗമരാഷ്ട്രീയ വിദഗ്ധർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഈ പ്രമുഖ അന്താരാഷ്ട്ര
തിങ്ക് ടാങ്ക് ആയിട്ടുള്ള അറ്റ്ലാന്റിക് കൗൺസിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധൻ ജോനാഥൻ പാനിക്കോഫ് വിലയിരുത്തുന്നത് പ്രകാരം നിലവിൽ കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ഈ എണ്ണ വരുമാനം നിലനിൽപ്പിന്റെ തന്നെ അതീവ നിർണായക ഘടകമാണ്. വാഷിംഗ്ടണുമായിട്ടുള്ള സൈനിക സംഘർഷം ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലഭിച്ച വമ്പൻ തുക തങ്ങളുടെ സൈനികവും തന്ത്രപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാനായിരിക്കും ഇറാൻ ഭരണകൂടം ആദ്യം മുൻഗണന നൽകുക. മിഡിൽ ഈസ്റ്റിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ഇറാൻ വൻതോതിൽ ലക്ഷ്യമിടുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ആഗോളതലത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കടുത്ത അമേരിക്കൻ വിലക്കുകൾക്കിടയിലും തങ്ങളുടെ എണ്ണക്കരത്ത് കൃത്യമായിട്ട് ആയുധമാക്കി മാറ്റി ആഗോള രാഷ്ട്രീയത്തിൽ മേധാവിത്വം ഉറപ്പിക്കാനുള്ള ഇറാന്റെ അതിശക്തമായിട്ടുള്ള കരുനീക്കങ്ങൾക്കാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെയാണ്. ഈ ഹോർമുസ് കടലിടുക്കിൽ അതീവ ജാഗ്രതയോടെ കാവൽ നിന്നിരുന്ന അമേരിക്കൻ നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന്റെ അത്യാധുനിക റഡാറുകളെയും സങ്കീർണമായിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങളെയും ഇറാന്റെ സൈബർ വിങ് പൂർണ്ണമായിട്ടും കബളിപ്പിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. മണ്ടന്മാരാക്കി നിർത്തി, നോക്കുകുത്തിയായിട്ട് അവർ അവിടെ നിന്നു. ഈ കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന തങ്ങളുടെ ഭീമൻ കപ്പലുകളുടെ യഥാർത്ഥ GPS സ്ഥാനം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും മറച്ചു വെക്കാൻ വേണ്ടി ഇറാൻ ഈ സ്പൂഫിംഗ് എന്ന അത്യാധുനിക ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത്. ഇതിന്റെ ഫലമായിട്ട് US-ന്റെ അത്യാധുനിക റഡാർ സ്ക്രീനുകളിൽ ഈ ഇറാനിയൻ എണ്ണക്കപ്പലുകൾ ഒമാൻ തീരത്തോ അല്ലെങ്കിൽ പാകിസ്ഥാൻ കടലിലോ ഉള്ള തികച്ചും സാധാരണമായിട്ടുള്ള വാണിജ്യ കപ്പലുകളായിട്ടാണ് ദൃശ്യമാകുന്നത്. പെന്റഗൺ ഒരുക്കിയ ഈ ഒരു വലിയ ഇലക്ട്രോണിക് പ്രതിരോധ വലയത്തെ പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്കൻ നാവികസേന നോക്കി നിൽക്കെ 70 ദശലക്ഷത്തിലധികം ബാരൽ എണ്ണ ചൈനീസ് തുറമുഖങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് കടത്താൻ ഇറാന് സാധിച്ചത്. വമ്പൻ അന്താരാഷ്ട്ര എണ്ണ കച്ചവടത്തിൽ വാഷിംഗ്ടണിനെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചതും ചൊടിപ്പിച്ചതും ഇതിനായിട്ട് അവർ ഉപയോഗിച്ച പണമിടപാട് രീതിയാണ്. ഇത് അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ലോകമെമ്പാടുമുള്ള എണ്ണ വ്യാപാരങ്ങൾ സാധാരണയായിട്ട് അമേരിക്കൻ ഡോളറിൽ ഡോളറിലാണ് നടക്കാറുള്ളത് എന്ന ആഗോള നിയമത്തെ ഇവിടെ ഇരു രാജ്യങ്ങളും ചേർന്ന് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പുതിയൊരു നീക്കം നടത്തിയത്. ഏകദേശം $6 ബില്യൺ മൂല്യം വരുന്ന ഈ ഒരു ഇടപാടിനായിട്ട് ഇറാനും ചൈനയും ഡോളറിനെ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പകരം ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഈ ഡോളർ നഷ്ടപ്പെട്ടാൽ അമേരിക്കയ്ക്ക് അതൊരിക്കലും സഹിക്കില്ല. ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണ്. കാരണം ഈ എണ്ണ വിൽക്കണമെങ്കിൽ അവർ കൊണ്ടുവന്ന നയമാണല്ലോ അവരുടെ ഡോളർ കൈമാറണം, അവരുടെ ഡോളറിന് വാങ്ങിക്കണം എന്നുള്ളത്. ആ നിയമത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈന തന്റെ യുവാൻ കറൻസിയുമായിട്ട് രംഗത്തെത്തുന്നത്. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ ഭയന്ന് ആഗോള ബാങ്കിംഗ് ശൃംഖലയായിട്ടുള്ള ഈ സ്വിഫ്റ്റ് സംവിധാനത്തെ പൂർണ്ണമായിട്ടും മറികടക്കാൻ വേണ്ടി ചൈനയുടെ സ്വന്തം CIPS എന്ന് പറയുന്ന പോയിന്റ് രീതിയാണ് ഇവർ തന്ത്രപൂർവ്വം തിരഞ്ഞെടുത്തത്. ഇത് ആഗോള സാമ്പത്തിക രംഗത്ത് US ഡോളർ പുലർത്തുന്ന കുത്തക മേധാവിത്വത്തിന് മേൽ ഇറാനും ചൈനയും സംയുക്തമായിട്ട് ഏൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരമായിട്ട് മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര കടൽ നിയമങ്ങളെല്ലാം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് യാതൊരുവിധ ഇൻഷുറൻസോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള നിയമരേഖകളോ ഇല്ലാതെ ആഗോളതലത്തിൽ രഹസ്യമായിട്ട് സർവീസ് നടത്തുന്ന ഡാർക്ക് ഫ്ലീറ്റ് അഥവാ ഗോസ്റ്റ് കപ്പലുകളാണ് ഇറാൻ ഈ ഒരു ദൗത്യത്തിനായിട്ട് രംഗത്തിറക്കിയത്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ കരീബിയൻ ദ്വീപുകളുടെ വ്യാജ പാതകൾ കപ്പലുകളിൽ സ്ഥാപിച്ച് തങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ കപ്പലാണെന്ന് വരുത്തി തീർത്താണ് ഈ എണ്ണക്കടത്ത് സംഘം ചൈനീസ് തീരത്തേക്ക് അടുത്തത്. കടലിൽ വെച്ച് ഈ ഒരു നിയമവിരുദ്ധ കപ്പലുകൾ ബലമായിട്ട് പിടിച്ചെടുക്കാൻ അമേരിക്കൻ നാവികസേന ശ്രമിച്ചാൽ അത് വലിയൊരു അന്താരാഷ്ട്ര കപ്പൽ ദുരന്തത്തിനും പരിസ്ഥിതി മലിനീകരണത്തിനും കാരണമാകുമെന്ന് ഉറപ്പുള്ളതിനാലാണ് ഈ US സൈന്യത്തിന് പലപ്പോഴും ദൂരെ മാറി നിന്ന് കടുത്ത നിസ്സഹായതയോടെ ഈ ഒരു എണ്ണക്കടത്ത് നോക്കി നിൽക്കേണ്ടി വന്നത്. ഒരു കാര്യം പറയാം, ഈ ഒരു സംഭവം നടന്നപ്പോൾ, അതായത് ഈ ചൈനയിലേക്ക് ഈ എണ്ണ കൊണ്ടുപോകുന്ന കപ്പൽ അവിടേക്ക് പോയപ്പോൾ 2 കാര്യമാണ് ഈ പെന്റഗണിനെ അല്ലെങ്കിൽ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടെ ഇറാന്റെ സാമ്പത്തിക നേട്ടം. രണ്ടാമത്തത് ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ ഡോളറിന്റെ നഷ്ടം. ഈ 2 കാര്യങ്ങളും അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യുദ്ധത്തിൽ വളരെ കൃത്യമായിട്ട് ബുദ്ധിപൂർവ്വം നീങ്ങുകയാണ് ഇറാൻ. ഇത് ഇറാന്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം.